പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഇപ്പോൾ മാധ്യമങ്ങളെ കാണുന്നു. അതിലേക്ക് അഭിലാഷ് 1.5 വർഷം മുമ്പ് തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണർ അദ്ദേഹത്തെ ഡിസ്മിസ് ചെയ്യാനുള്ള ഉത്തരവിറക്കിയതാണ്. ആ ഉത്തരവിന്റെ കൂടെയുള്ള ആളുകളൊക്കെ ഇപ്പോഴും സർവീസിന് പുറത്താണ്. ഇയാൾ 1.5 വർഷം കഴിഞ്ഞ് എങ്ങനെ സർവീസിൽ തിരിച്ചു വന്നു? ഒന്ന് CPM-ന്റെ സഹയാത്രികനാണ്. വഞ്ചിയൂര് CPM-ന്റെ പാർട്ടി ഓഫീസിൽ എപ്പോഴും പോയിരിക്കുന്ന ഒരാളാണ്. അറിയപ്പെടുന്ന CPM-കാരനാണ്. സർവീസിൽ വന്നിട്ടും സർവീസിൽ ഉണ്ടാകുന്നതിന് മുമ്പ് CPM ആയിരുന്നു. അപ്പൊ അയാളെ അതായത് ഒരു ലൈംഗിക അപവാദ കേസിൽ പണം മേടിച്ച് അത് ഒതുക്കി തീർത്തു എന്നുള്ള ഗുരുതരമായ ആരോപണമാണ് അയാൾക്ക് എതിരെയുള്ളത്. ഗുരുതരമായ ആരോപണം. ആ ആരോപണത്തിലാണ് അന്നത്തെ കമ്മീഷണർ ഇയാളെ പുറത്താക്കാൻ തീരുമാനിച്ചത്, ഡിസ്മിസ് ചെയ്യാൻ തീരുമാനിച്ചത്. ആ തീരുമാനത്തെ അട്ടിമറിച്ച് ഇയാളെ തിരിച്ച് സർവീസിൽ കൊണ്ടുവന്നു. അയാളെ കൊണ്ടാണ് ഷാഫി അടിപ്പിച്ചത്. അതിനൊരു ഗൂഢാലോചന, ക്രിമിനൽ ഗൂഢാലോചന ഷാഫി അടിക്കുന്നതിന് പിന്നിലുണ്ടായിരുന്നു. ഇയാളാണ് അത് ചെയ്തത്. ഇയാളെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ഞങ്ങൾ പിന്നീടും പുറത്തു പറയാം. ഇയാളുടെ പശ്ചാത്തലം മുഴുവൻ. ഇയാൾക്ക് തിരുവനന്തപുരത്തെ മുഴുവൻ ഗുണ്ടകളുമായി ബന്ധമുണ്ടെന്ന് പോലീസ് റിപ്പോർട്ടുണ്ട്. ക്രിമിനൽസുമായിട്ട് ബന്ധമുണ്ടെന്ന്. അങ്ങനെ ക്രിമിനൽ പശ്ചാത്തലമുള്ള ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ സസ്പെൻഡ് ചെയ്താണ്, അല്ല ഡിസ്മിസ് ചെയ്താണ്. തീരുമാനം വന്നാണ്. അത് റദ്ദാക്കിയിട്ട് അയാളെ തിരിച്ചെടുത്തു എന്നുള്ളതാണ്. മുഖ്യമന്ത്രി ഒരു നുണ പറഞ്ഞു അസംബ്ലിയിൽ. എന്നെ വെല്ലുവിളിച്ചുകൊണ്ടാണ് പറഞ്ഞത്. 144 പോലീസ് ഉദ്യോഗസ്ഥരെ കഴിഞ്ഞ 9 വർഷത്തിനിടയിൽ പുറത്താക്കി. ഇന്ത്യയിൽ ഏത് ഗവൺമെന്റ് ചെയ്തിട്ടുണ്ട്, കേരളത്തിൽ ഏത് ഗവൺമെന്റ് ചെയ്തിട്ടുണ്ടെന്ന് ചോദിച്ചു. ഞങ്ങൾ പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിൽ വിവരാവകാശ നിയമപ്രകാരം ചോദിച്ചപ്പോൾ ഇതുവരെ ക്രോഡീകരിച്ചിട്ടില്ല എത്ര പേരെ പുറത്താക്കിയെന്ന്. അറിയാവുന്ന ഞങ്ങൾക്ക് 14 പേരെ പുറത്താക്കിയ കാര്യം അറിയാം. ഈ 14 144 തെറ്റിദ്ധരിച്ച് പറഞ്ഞാണെന്ന് അറിയില്ല. അതിൽപ്പെട്ട ആളുകളെ ഇനി തിരിച്ചെടുക്കുന്നത്. ഗുരുതരമായ കുറ്റകൃത്യങ്ങൾ ആരോപിക്കപ്പെട്ടിട്ടുള്ള ആളുകളെയാണ് സർവീസിൽ നിന്ന് ഡിസ്മിസ് ചെയ്യുന്നത്, സർവീസിൽ നിന്ന് പുറത്താക്കുന്നത്. അങ്ങനെ ഗുരുതരമായ കുറ്റകൃത്യം ആരോപിച്ച് സർവീസിൽ നിന്ന് പുറത്താക്കിയ ഒരാളെ വീണ്ടും തിരിച്ച് സർവീസിൽ കയറ്റി അയാളെ കൊണ്ട് ഈ ഗൂഢാലോചനയിലെ റോള് പ്ലേ ചെയ്യിപ്പിച്ചു. അതൊക്കെ സംഘടനാപരമായ കാര്യങ്ങളാണ്. സംഘടനാപരമായ കാര്യങ്ങളാണ്. അതിൽ ഞാനെന്തിനാ കമന്റ് പറയണത്? അല്ല, അത് KPCC പ്രസിഡന്റാണ് തീരുമാനിക്കേണ്ടത്. ഞാനല്ലല്ല KPCC യോഗം വിളിക്കുന്നത്. UDF യോഗത്തെ പറ്റി ചോദിച്ചാൽ ഞാൻ പറയാം. UDF യോഗം ഉടനെ ഉണ്ടാവും. അതല്ല, എനിക്ക് പരാതിയില്ല. ഞാൻ നോക്കിയപ്പോ പ്രോഗ്രാമിൽ ഞാനില്ല. എനിക്ക് അയച്ചെന്ന പ്രോഗ്രാമിൽ ഞാനില്ല. അതുകൊണ്ട് ഞാൻ പോയില്ല. തലേദിവസം ഞാൻ ഉണ്ടായില്ല. കാരണം മലപ്പുറത്ത് എനിക്ക് 7 പഞ്ചായത്തുകളുടെ പരിപാടി ഉണ്ടായിരുന്നു. പാലക്കാടും മലപ്പുറത്തും നേരത്തെ എടുത്ത പരിപാടിയാണ്. അതുകൊണ്ട് എനിക്ക് ഡിന്നറിൽ എത്താൻ പറ്റിയില്ല. പക്ഷെ കോൺഗ്രസ് അതിനെ ബഹിഷ്കരിക്കുകയൊന്നും ചെയ്തില്ല. ഞങ്ങളുടെ 2 MP തിരുവനന്തപുരത്തുള്ള 2